വെള്ളത്തിൽ ചാടാതെ കടന്ന് നോക്കാം. എൻ്റെ അമ്മോ, ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. ഓ വലിയ പുള്ളിയാ. നമ്മളിന്ന് പറമ്പിലേക്ക് ഇറങ്ങുക കേട്ടോ. നല്ല മഴയുണ്ട്. അപ്പം ഞാൻ നല്ല വലിയ കുടയൊക്കെ എടുത്തിട്ടാണ്, എൻ്റെ റെയിൻബോ കുടയൊക്കെ എടുത്തിട്ടാണ് പറമ്പിലോട്ട് ഇറങ്ങുന്നത്. പറമ്പിൽ എന്തിനാ പോണേന്നൊക്കെ നോക്കാം. ഞാൻ തന്നെയല്ല, അപ്പയുണ്ട് കേട്ടോ, ഇന്ന് അമ്മയല്ല. അമ്മ മഴ പെയ്ത് കഴിഞ്ഞാൽ പറമ്പിലോട്ട് ഇറങ്ങാൻ അമ്മയ്ക്ക് ഇച്ചിരി മടിയാണ്. അപ്പം ഞാനും അപ്പയും കൂടെ ഒന്ന് പോകണം. അപ്പം അങ്ങ് ദൂരോട്ട് പോയി നോക്കി കണ്ടോ, അപ്പയും പാലമരവും ഒറ്റ ഫ്രെയിമിൽ കാണാൻ നല്ല രസമുണ്ട്. നല്ല രസമല്ലേ, നല്ലൊരു സൈറ്റ്. ഇവിടെയൊക്കെ പുല്ലാണ്, വെള്ളമുണ്ട്. നോക്കി കണ്ടോ, വെള്ളമൊക്കെ ഉണ്ട്. അത് ഈ നിർത്താതെ മഴ പെയ്യണോണ്ട് ഇങ്ങനെ വെള്ളം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കോരി ചൊരിഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇത് എന്തെങ്കിലും സ്പെഷ്യൽ ടൈപ്പ് ചീരയാണോ? പലരും ഇത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു, ഇതെന്തോ ഒരു നീലലോഹിത ചീര എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്കതിനെപ്പറ്റി ഒരു ധാരണയില്ല, അതുകൊണ്ട് നമ്മളിതൊന്നും ചെയ്യാറില്ല കേട്ടോ. ഇവിടെയൊക്കെ ഫുൾ വെള്ളമാണല്ലോ. അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല ഇതിൽ കൂടെ നടക്കാൻ. വെള്ളമായതുകൊണ്ട് കേട്ടോ, ഇങ്ങനെ നിർത്താതെ പെയ്യുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ വെള്ളം കുറച്ച് ഉണ്ടാവില്ല, അതേ ഉള്ളൂ. മഴയൊന്ന് തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് പോകും കേട്ടോ. പറമ്പിലെ വെള്ളം കണ്ടോ. അപ്പോൾ കോലൊക്കെ തട്ടി തട്ടിയാണ് പോണേ. ഞാനും കൂടെ ഉണ്ട്. വല്ലാത്ത അവസ്ഥ തന്നെ. ഈ വെള്ളത്തിൽ ചവിട്ടിയ പണിയാണ്, ഇങ്ങനെ കിടക്കാം. അത് മഴക്കാലത്ത് വെട്ടിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച പിടിക്കണതിന് തന്നെ പുല്ല് വരും. കണ്ടോ, ഇവിടെയൊക്കെ നമ്മൾ വെട്ടിച്ചതാ. കണ്ടോ കണ്ടോ, അപ്പടി പുല്ലായി. ഒരു കാര്യമില്ല അതൊന്നും വെട്ടിച്ചിട്ട്. മഴയുടെ ഫ്രെയിമിൽ അത് ആകെ ഡാമേജ് ആയല്ലോ. ഇന്നലെ ഞാൻ അമ്മയോട് പറഞ്ഞു മറ്റേതോ ആയില്ല. പിന്നെ ഷേപ്പ് ഒരു സുഖമില്ല അല്ലേ, മുഴുപ്പില്ല. സാധനം മുതിർന്നു. മധുരം ഉണ്ടോ? ഇനി ഉണ്ടോ വേറെ? ഇനി ഉണ്ടോ? അത് പറിക്കാറായതാ. അത് വലിയ കുഴപ്പമില്ല അല്ലേ. അത് രണ്ടും നല്ലതാ. അത് രണ്ടും നല്ലതാ അല്ലേ. ഇത്ര മതിയാവൂലോ, ഇനി വേറെ ഒന്നും ഇല്ല അതിനകത്ത്. അത് ഒടിഞ്ഞു വീണല്ലേ. അത് അവിടെ വെള്ളക്കെട്ടുണ്ട്. അതാ നമ്മൾ നട്ടൊരു വാഴക്കുഞ്ഞു കണ്ടോ വെള്ളം കെട്ടിക്കിടക്കുന്നത്. ഇതിനെ എങ്ങനെ കളയും? ഇതിന്റെ വെള്ളം കളഞ്ഞില്ലെങ്കിൽ ചീഞ്ഞു പോകും അത്. തിരിച്ചു പോവാണ്. കിളികൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മഴയൊക്കെ ഒന്ന് ചാറ്റൽ മഴയുണ്ട് കേട്ടോ, തോർന്നിട്ടൊന്നുമില്ല, ചാറ്റൽ മഴയുണ്ട്. അവർക്കും കുറേ നേരം കൂട്ടിയിരുന്ന് കഴിഞ്ഞപ്പോൾ ബോറടിച്ച് കാണും. അതാ വെള്ളം കണ്ടോ. അത് വല്ലാത്ത പണിയായല്ലോ. ഇതെങ്ങനെ കടക്കും? വെള്ളത്തിൽ ചാടാതെ കടന്ന് നോക്കാം. എൻ്റെ അമ്മോ, ഞങ്ങൾ തിരിച്ചെത്തി കേട്ടോ. കപ്പളങ്ങ കുറച്ച് വേഗം വന്നു, അപ്പോഴേക്കും മഴ കൂടി. പിന്നെ അധികം നേരം വെയിറ്റ് ചെയ്തില്ല, തിരിച്ചു വന്നു. ചക്കയും ചക്കക്കുരും ചക്കക്കുരും പാടയായിട്ട് 2-3 കിട്ടി. പപ്പായ അവിടെ നട്ട വാഴക്കുഞ്ഞില്ലേ, വെള്ളക്കെട്ടില്ല. ആണോ? അടച്ച മഴ പെയ്യുമ്പോ അങ്ങനെ ചക്കക്കുരി ശരിയാക്കട്ടെ. മാറി ഇനി മുമ്പ് കുളിക്കണത് കഴിഞ്ഞതാ. മഴ കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ ചുമ്മാ നിങ്ങളെ ഈ നാട്ടുവഴികളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഒരുപാട് പേർക്ക് ഇതൊക്കെ കാണുന്ന ഭയങ്കര നൊസ്റ്റു ആണ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റിൽ കാണാറുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് നിങ്ങളെ കാണിച്ചതാണ്. ഇതൊക്കെ കാണുമ്പോൾ പണ്ടത്തെ ആ ഒരു
ഗ്രാമീണ ഫീല് ഓർമ്മ വരുന്നില്ലേ? ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ വീണ്ടും കാണിച്ചേ. ഞാൻ നടന്ന് കിടന്ന് വെള്ളത്തിച്ചിട്ട് ചാടിയിട്ടാ കട. ഓ അത് പറയടാ. ഇത് കാണുന്ന അത്ര രസമൊന്നുമല്ല കേട്ടോ നേരിട്ട് ഇങ്ങനെ മഴയത്ത് നടക്കലൊന്നും. കാണുമ്പോൾ ഭയങ്കര ഗ്രാമീണ ഇടവഴികൾ എന്നൊക്കെ തോന്നും. പക്ഷെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ അത്ര വലിയ രസമൊന്നുമില്ല. വെള്ളം പോയോ? ഏതാ കുഞ്ഞ്? ആ വാഴക്കുഞ്ഞ്. എന്ത് വാഴയുടെ കുഞ്ഞാ അത്? പൂവനാ? ആ കണ്ടോ മഴ കൂടിയിട്ടാ ശക്തി പ്രാപിച്ചു. എൻ്റെ അമ്മ നമ്മൾ നട്ട രണ്ടാമത്തെ വാഴക്കുഞ്ഞ്. ആ ഇതിന് കൂമ്പായി അല്ലേ? ഇവിടെ വെള്ളമൊന്നുമില്ല, അതെല്ലാം കുഴപ്പമില്ല. അതേ സാമ്പാർ ചീര. മഴ ആയത് കാരണം ഈ പറയണതൊക്കെ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ഇവിടെ ഉണ്ടോ വാഴ? കണ്ണ് നട്ടേക്ക, അത് മുളച്ചിട്ടില്ല. ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞത്. ഇത് വാഴ കൂമ്പ്. ഇത് വലുതായി വരുന്നുണ്ട്. അല്ല ഇതിലേ എളുപ്പം. ഇച്ചിരി വെള്ളത്തിൽ ചവിട്ടേണ്ടി വരും, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇത് കണ്ടോ, ഇതാ തെങ്ങിൻ്റെ ആട്ടോ. അങ്ങോട്ട് വരെ കാണിച്ചു കഴിഞ്ഞാൽ ഫോൺ നനഞ്ഞു കഴിഞ്ഞാൽ പണിയോ. ഇതാ ഈ വെള്ളമൊക്കെ പോകും കേട്ടോ മഴ തോർന്നു കഴിഞ്ഞാൽ. കുറച്ച് നേരം ഒന്ന് തോർന്നു കഴിഞ്ഞാൽ അപ്പം പോവും. പക്ഷെ ഇങ്ങനെ നിർത്താതെ പെയ്യുമ്പോൾ എന്താ അവർ ചെയ്യുക? കണ്ടോ എന്താ വെള്ളം ഒഴുകി പോണേ. ഇവിടെ വെള്ളം കയറാതിരിക്കാനാണോ? ഓ ഇവിടുന്ന് വെള്ളം വഴിയിലോട്ട് പോവാതിരിക്കാൻ. ഫുള്ള് വെള്ളമാണല്ലോ. ഇതേ വഴിയിലൊക്കെ വെള്ളം. നമ്മുടെ ഗേറ്റ് നമ്പർ 1 അവിടെയാണ് കേട്ടോ. അവിടെയൊക്കെ വെള്ളം കണ്ടോ. ഇത്ര മഴ പെയ്യുമ്പോഴാണ് ഇങ്ങനെ വെള്ളം വരുന്നത്. മഴയൊന്നും നിന്നാൽ കംപ്ലീറ്റ് പോവും. കണ്ടോ ഹമ്പുണ്ടാക്കുവാണോ? വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അല്ല ഒഴുകിക്കൊണ്ടിരുന്ന ഓർമ്മയില്ല. എപ്പോഴും ഇങ്ങനെ മഴയായത് കാരണം ചുറ്റുപാട് മൊത്തം ഇങ്ങനെ തണുത്ത് വിറച്ച് കിടക്കുകയല്ലേ. അപ്പോൾ നമ്മൾ പുറത്തേക്കും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. അതുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കാപ്പി കുടിച്ചു. ഞാൻ നല്ല ചൂട് കട്ടനും കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എപ്പോഴും പകലത്തെ മഴയുടെ സൗന്ദര്യമല്ലേ നിങ്ങളെ കാണിക്കാറ്, എന്നാൽ രാത്രിയിലത്തെ മഴയുടെ സൗന്ദര്യം കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. രാത്രിയിൽ സൗന്ദര്യം ഉണ്ട് കേട്ടോ. പകൽ നമ്മൾ കൂടുതലും പച്ചപ്പൊക്കെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ രാത്രിയിൽ മഴയുടെ ശബ്ദ സൗന്ദര്യമാണ് നമുക്ക് കൂടുതലും കേൾക്കാൻ പറ്റുന്നത്. ഒപ്പം ചീവീടുകളും പിന്നെ അതുപോലെ തന്നെ തവളയും ഒക്കെ കൂട്ടിനുണ്ടാവും. ശ്രദ്ധിച്ച് കേട്ട് നോക്കി. പ്രധാനമായിട്ട് ഞാൻ പ്രവാസികൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു രംഗം ചിത്രീകരിച്ചത് കേട്ടോ. കാരണം ഒത്തിരി പേര് നമ്മളോട് പറയാറുണ്ട്. അപ്പം ഞാനിനി അധികം സംസാരിക്കുന്നില്ല, ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ മഴയുടെ രാത്രി സൗന്ദര്യം. നല്ലതാണോ? മധുരം ഉണ്ടോ? ഇത് നമ്മുടെ ചെത്തിയതല്ലേ? മധുരം ഉണ്ടോ പപ്പായക്ക്? മെള്ളിയ നല്ല മധുരല്ലേ? നമ്മളെ പറമ്പിലെ ഫ്രൂട്ട് ഇത് വാങ്ങിയതാട്ടോ. പൈനാപ്പിളാ.
മഴ ദിവസങ്ങളായതുകൊണ്ട് ഞങ്ങളുടെ ഇപ്പോൾ രാത്രിയിലത്തെ പരിപാടി സൂപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം നല്ല ചൂടുള്ളത് എന്തെങ്കിലുമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവുമല്ലോ തണുപ്പത്ത്. അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സൂപ്പാണ് കഴിക്കാറ്. പക്ഷേ ഇന്ന് ഒട്ടും സമയമില്ലാത്തൊരു ദിവസമായിരുന്നു, കുറേ ജോലികളുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഈ നൂറിൻ്റെ സൂപ്പ് ഉണ്ടാക്കാമെന്ന് കരുതി. സൂപ്പ് വേണോ? അമ്മയ്ക്ക് ഇഷ്ടമല്ല സൂപ്പ്. അമ്മയ്ക്ക് എന്നാ സൂപ്പ് ഇഷ്ടമല്ലാത്ത? എനിക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. എനിക്ക് ക്രാബ് സൂപ്പാണ് ഇഷ്ടം. ഓ വലിയ പുള്ളിയാ. കഴിക്കാൻ മേലല്ലോ. ക്രാബ് സൂപ്പ് മറ്റേ ഇഷ്ടമുള്ളൂ. എന്താ കഥ? പ്രശ്നങ്ങളല്ലേ ഉള്ള. പ്രശ്നങ്ങളൊക്കെ മാറും. ഇതിപ്പോ തൽക്കാലം ബ്രോക്കലി സൂപ്പാട്ടോ. കോരിച്ചൊരിയുന്ന മഴയത്ത് സൂപ്പൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. കാരണം അതിനകത്ത് നല്ല ചൂടല്ലേ. നല്ല ചൂടോടുകൂടി സൂപ്പ് കുടിച്ച് കഴിയുമ്പോഴത്തേനും ഒന്ന് ചൂട് ആകും നമ്മൾ ശരീരം. നല്ല തണുപ്പാ. സാധാരണ നമ്മളിവിടെ സൂപ്പ് ഉണ്ടാക്കാറോട്ടോ പതിവ്. പംകിൻ സൂപ്പ്, ബീറ്റ്റൂട്ട് പിണ്ടി സൂപ്പ്, പനിക്കൂർക്ക സൂപ്പ്, ബ്രോക്കലി സൂപ്പ്, മിക്സഡ് വെജിറ്റബിൾ സൂപ്പ്, പല മോഡൽ സൂപ്പ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ടൊമാറ്റോ സൂപ്പ്, ടൊമാറ്റോ തുളസി സൂപ്പ്, ഒത്തിരി മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിനൊന്നും സമയമില്ല, അതുകൊണ്ട് വേഗം. അതെ, ഇനിയിപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ നിന്നാൽ കുറേ സമയം പോകും. പിന്നെ വേറെ ഇഷ്ടംപോലെ പണികളും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇവനെ അങ്ങ് പൊട്ടിച്ചിട്ട് ഉണ്ടാക്കുവാണ്. സൂപ്പൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പാകം കൊഴുപ്പാണ്, ഒട്ടും അധികമല്ല, കറക്റ്റ് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റാം ഇതിലോട്ട്. നല്ല രുചിയാണ് ക്രീം ഓഫ് ബ്രോക്കലി സൂപ്പ്. കണ്ടോ, നല്ല കൊഴുപ്പൊക്കെ ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ കുടിക്കണം, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതിനാണ് നമ്മളിത് ഉണ്ടാക്കണേ. അപ്പയ്ക്ക് പെപ്പറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ, സോസും മറ്റും ഒഴിച്ചു. സോസൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ചൂടാ, വേഗം കുടിച്ചോ, വേഗം കുടിച്ചോ. ബ്രോക്കലി സൂപ്പാ അത്. നമ്മൾ ബ്രോക്കലി മേടിച്ചിട്ടുണ്ടാക്കിയതാ. ഇത് മറ്റേ മിക്സ് വെച്ചിട്ട് നല്ല രുചിയാ. മിക്സിന്റെ നല്ലതാ. നമ്മൾ ഉണ്ടാക്കിയ ബ്രോക്കലി സൂപ്പും നല്ലതായിരുന്നു. നമ്മൾ എത്ര സൂപ്പ് ഉണ്ടാക്കിയ? ബ്രോക്കലി സൂപ്പ്, പംകിൻ സൂപ്പ്, പിണ്ടി സൂപ്പ്, പനിക്കൂർക്ക സൂപ്പ്, മിക്സഡ് വെജിറ്റബിള്, ടൊമാറ്റോ, തുളസി. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? അല്ല, നമ്മൾ ഉണ്ടാക്കിയതിൽ വെച്ച് സ്വീറ്റ് കോൺ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ഉപ്പ് വേണോ? അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ക്രാബ് മാത്രമേ ഇഷ്ടമുള്ളൂ. സ്വീറ്റ് കോൺ ക്രാബ് സൂപ്പ്. മഴയത്ത് നല്ല രസമല്ലേ സൂപ്പ് കുടിക്കാൻ? നല്ല രുചിയാല്ലേ? പുറത്ത് തോരാ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അകത്തിരുന്ന് നമ്മൾ ചൂട് സൂപ്പ് ഊതി ഊതി കുടിക്കാൻ എന്ത് രസമായിരിക്കും എന്നറിയോ? ഇത് ബ്രോക്കലി സൂപ്പായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ മഴ ദേ ഇങ്ങനെ നിർത്തുന്നേയില്ല. അമ്മ സൂപ്പ് എത്ര നിർബന്ധിച്ചിട്ടും കുടിക്കുന്ന ലക്ഷണമേയില്ല. ലക്ഷണമില്ല എന്നല്ല, കുടിച്ചേയില്ല കേട്ടോ. അപ്പോൾ ഞാനും അപ്പയാണ് സൂപ്പിൻ്റെ ആരാധകർ. എനിക്ക് വലിയ താല്പര്യമാണ് സൂപ്പ് കഴിക്കാനായിട്ട്. അപ്പോൾ സൂപ്പ് കിട്ടിക്കഴിയുമ്പോൾ എൻ്റെ മുഖത്തെ സന്തോഷമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പം കുടിച്ച് കഴിഞ്ഞു.
അപ്പോൾ ഞാനും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എൻജോയ് ചെയ്യാണ്. അമ്മ കാപ്പി കുടിച്ചു, അത് മതി എന്നാണ് പറഞ്ഞത്. അമ്മയ്ക്ക് ഒരു ചൂട് കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ സുഖമാണെന്നാണ് പറഞ്ഞത്. പിന്നെ വൈകിട്ട് ഡിന്നർ ഉണ്ടല്ലോ, അതും കഴിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്യാണ്. ഇനി മഴ ദിവസങ്ങൾ ഓരോന്നും ആഘോഷമാക്കുന്നത് ഓരോ വെറൈറ്റി സൂപ്പ് വെച്ചിട്ടാണ്. ഇനി ഞാൻ ടൊമാറ്റോ തുളസി സൂപ്പ് ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അത് നല്ല സൂപ്പാണ് കേട്ടോ, ടൊമാറ്റോ തുളസി സൂപ്പ്. പിന്നെ മിക്സഡ് വെജിറ്റബിൾ ഉണ്ടാക്കിയായിരുന്നു, അതും നല്ലായിരുന്നു. നിങ്ങൾ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ മഴ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കാറുണ്ടെങ്കിൽ അത് പറയണം കേട്ടോ. ബൈ, ടേക്ക് കെയർ, സീ യു, ഹാപ്പി റെയിനി ഡേ ആൻഡ് സ്റ്റേ സേഫ്.